اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായ ജുമുഅ ദിവസത്തിൽ അവന്റെ ഭവനത്തിലെ നമ്മുടെ ഒരുമിച്ച് കൂടലും ഇബാദത്തുകളും സമ്പൂർണ്ണമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത്. ഫിർഔനിന്റെ കൊട്ടാരത്തിലും മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന വീഥികളിലും ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ആ മൂസ നബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയുന്നത് പോലെ ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഹൃദയസ്പൃക്കാവുന്ന നിലയിൽ ഒരാളോടുള്ള നമ്മുടെ അടുപ്പവും സാമീപ്യവും അത് സത്യസന്ധമാണെങ്കിൽ അയാളെ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യണം. നമ്മളൊക്കെ പറയാറുണ്ട് അള്ളാഹുവിന് നമുക്ക് വലിയ സ്നേഹമാണ്, അള്ളാഹുവിന് നമ്മൾ വലിയ സ്നേഹമാണ് എന്ന് പറയുമ്പോൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ നാം അനുഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നു ഒരാളെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു, അയാളോട് നമുക്ക് ഒരു സ്നേഹവും ഉണ്ടാകില്ല. കാരണം അയാളെ നാം അനുഭവിച്ചിട്ടില്ല, അയാളെ നമുക്ക് അറിയുകയുമില്ല. നാം എന്തുകൊണ്ടാണ് നമ്മുടെ കൂടപ്പിറപ്പുകളോട്, നമ്മുടെ സൗഹാർദ്ദങ്ങളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നമുക്കുണ്ടാകുന്ന സ്നേഹവും താല്പര്യവും ആ ആളുകളെ നമുക്കറിയാം, അവരെ നാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് സ്നേഹമാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നബിയെ നമ്മൾ സ്നേഹിക്കുന്നത് സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ നബിയെ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ അനുഭവിച്ചിരിക്കണം. ഈ അനുഭവത്തിന്റെയും അറിവിന്റെയും അപ്പുറത്ത് ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, അത് മൂഢമാണ്, അത് മിഥ്യയാണ്, അത് പൊള്ളാണ്, അതൊരിക്കലും സത്യസന്ധമായ ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഖുർആനിൽ മാതൃകയാകുന്നത് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമാണ്. മൂസ നബി അലൈഹി നമുക്കറിയാം, ഒരാളെ നമുക്ക് സ്നേഹമാണെങ്കിൽ അയാൾക്ക് എന്താണോ താല്പര്യം അതൊക്കെ നമ്മൾ സ്വീകരിക്കും, അയാൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കും. നമ്മുടെ പ്രേമഭാചനത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയിരിക്കും, ഉറപ്പാണ്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോ അയാൾ പറയാണ് നിന്റെ ഈ ഡ്രസ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിന്റെ ഈ സമീപനം ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിന്റെ ഈ പ്രവൃത്തി ഇഷ്ടമല്ല, നമ്മൾ കൃത്യമായി അത് ഒഴിവാക്കിയിരിക്കും. അത് നമ്മൾ ഒഴിവാക്കിയിട്ടാൽ മാത്രമേ അയാളുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ, നമ്മുടെ സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. കലീമുല്ലാഹി മൂസ നബിയുടെ കഥ പറയുന്നത് സൂറത്തുൽ ത്വാഹ 11 മുതൽ 13 വരെ. സൂറത്തുകൾ 11, 12, 13 മഹാനായ മൂസ നബിക്ക് അല്ലാഹുവിനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ഒരു ചെറിയ അടയാളം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് മൂസ നബി ഒഴിവാക്കി. ഏറ്റവും വലിയ തെളിവേതെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നമുക്ക് ഏവർക്കും ചരിത്രം അറിയുന്നതാണ്, ഈ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ നാട് ഈജിപ്റ്റാണ്. ഈജിപ്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാമിനെ മദീനയിലേക്ക്, ഇൻജീലിലും തൗറാത്തിലൊക്കെ മിദ്യൻ എന്ന് പറയുന്ന പ്രദേശം, മദിയൻ, ഖുർആനിൽ അതിനെ പറയുന്നത് മദിയൻ എന്നാണ്. ഈ മദിയൻ എന്ന നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അതൊരു സാഹചര്യമാണ്, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പിന്നീട് പറയാനുള്ളതാണ്. അങ്ങനെ മദീനയിൽ ചെന്ന് മദീനയിൽ നിന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. ആ ഭാര്യ ശുഐബ് നബിയുടെ മകളാണ്. അതിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്.
അപ്പൊ ശുഐബ് നബി എന്ന ഒരു പ്രവാചകന്റെ വയോധികനായ ഒരു പ്രവാചകന്റെ മകളെ, തനിക്ക് സമൂഹ എന്നാണ് പേര്, ആ മകളെ കല്യാണം കഴിച്ച് മൂസാ നബി ഈജിപ്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ 3-4 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നല്ല തണുപ്പാണ്. 2, വഴിയറിയില്ല. 3, മുന്നിൽ പ്രകാശിക്കാൻ യാതൊരു വഴിവിളക്കുകളും ഇല്ല. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളല്ലല്ലോ. മുന്നിൽ വഴിതെളിക്കാൻ വഴിവിളക്കുകളോ, കഠിനമായ ചൂടത്ത് തണുപ്പത്ത് ആ തണുപ്പകറ്റാനുള്ള സംവിധാനങ്ങളോ, ദിക്കറിയാൻ കഴിയുന്ന ഏതെങ്കിലും നിലയിലുള്ള ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, വഴിതെളിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ മൂസാ നബിയും ഭാര്യയും കൂടി വരുമ്പോഴാണ് ഒരു മലയുടെ മുകളിൽ ഒരു മരം ഒരു പ്രകാശം പരത്തുന്നത് കണ്ടു. നല്ല വെട്ടം ഒരു മരത്തിന്റെ മുകളിലാണ്. ഭാര്യയോട് പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ഞാൻ ചെന്ന് ഒന്നുകിൽ തീ കായാൻ വേണ്ടി കുറച്ച് വിറകും അതിന്റെ തീക്കൊള്ളിയും ഞാൻ കൊണ്ടുവരാം, കഠിനമായ തണുപ്പാണല്ലോ. അല്ലെങ്കിൽ ആ തീ കത്തിക്കുന്ന ആളുകളോട് ചോദിക്കാം, ഈജിപ്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോ വലിയൊരു കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി, പ്രേമഭാചനത്തിന് വേണ്ടി, അവന്റെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ പലതും ഒഴിവാക്കേണ്ടി വരും. അള്ളാഹെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കിയേ പറ്റൂ. അതല്ല, എനിക്ക് അതിനോട് വലിയ പ്രിയമാണ്, പോയി പണി നോക്കണമെന്നുള്ള പഠിച്ചത്. അള്ളാഹു പോയി പണി നോക്കാൻ പറയും. അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖിന് ഇഷ്ടമില്ലാത്തതിന് ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വ്യക്തിത്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന് ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. എങ്കിലേ ആ സ്നേഹം ആത്മാർത്ഥ സ്നേഹമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമാകണമെങ്കിൽ നമ്മൾ പലതും ഒഴിവാക്കേണ്ടി വരും. ജീവിതത്തിൽ ഒഴിവാക്കി നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ വരുന്നുണ്ട്. ആ വിഷയങ്ങൾ സഫറിലും അതുപോലെ തന്നെ റബീഉൽ അവ്വലിലും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ലഭിതങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ സർവ്വതും മാറ്റിവെച്ച, ജീവിതത്തിന്റെ സർവസ്വവും മാറ്റിവെച്ച സഹാബത്തിന്റെ ചരിത്രങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം ഒരൽപ്പം വിറക് തീക്കൊള്ളി വാങ്ങാൻ വേണ്ടിയിട്ട്, തീ കായാൻ വേണ്ടിയിട്ട്, വഴിയറിയാൻ വേണ്ടിയിട്ട് പോകുമ്പോ അവിടെ നമ്മളൊരു പ്രത്യേക അശരീരി മുഴങ്ങുകയാണ്. മഹാനായ മൂസാ നബി ആ മരത്തിന്റെ ചാരത്തെത്തിയപ്പോൾ ഏതൊരു മരമാണോ പ്രകാശിച്ചത്, ഏതൊരു മരത്തിന്റെ ചീലയാണോ വെട്ടം പകർന്നു കൊടുത്തത്, ആ മരത്തിന്റെ താഴ്ഭാഗത്തെത്തിയപ്പോ ഒരു വിളിയാളം വരുന്നു. ഓ മൂസ നബിയെ, ഓ മൂസ, ഇന്നി അന റബ്ബുക, ഇത് നിനക്ക് വഴി തെളിച്ചു തരുന്ന വഴി
ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് പലതും പറയാനുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ മൂസ. അപ്പൊ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അവർക്ക് ഇഷ്ടമില്ലാത്തത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞു നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും നമ്മളുള്ള ഒരു പ്രത്യേക ഒരു വികാരം? നമുക്കൊരു വികാരം ഉണ്ട്. എന്താണെന്നറിയോ? എത്ര സംസാരിച്ചാലും പൊരുതിയില്ല. നമ്മൾ സ്നേഹിക്കുന്നവരോട് ചിലരോട് നേരം പുലരുന്നത് വരെ വേണ്ടിയാലും നമുക്ക് കൊതിരിയില്ല. ചിലരോട് 2 മിനിറ്റ് മിണ്ടാൻ തോന്നൂല. അത്രയും നല്ല സ്വഭാവമാണ് ചില ആളുകളോട്. ചിലരോട് നമുക്ക് സ്നേഹം വന്നു കഴിഞ്ഞാൽ എത്ര വെളുക്കുന്നത് വരെ സംസാരിക്കാൻ നമുക്ക് മടിയില്ല. 2ാം സ്റ്റെപ്പ് അതാണ്. ഒന്ന്, സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവന്റെ മോഹങ്ങൾക്ക് വേണ്ടി പലതും മാറ്റേണ്ടി വരും. മൂസാ നബി നമ്മുടെ മുമ്പിൽ മാതൃക. 2, ആ മനുഷ്യൻ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് സ്നേഹിക്കുന്നവരുള്ള സംസാര പ്രിയം. എത്ര മണിക്കൂർ സംസാരിച്ചാലും കാമുകന്മാര് ദിവസങ്ങളോളം സംസാരിച്ചാലും തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ ഒടുക്കത്തിലും പറയാം. വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഓരോ ഭാഷണത്തിനും പുതുമകളേറെ. അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 17 മുതൽ 18 വരെ അടുത്ത 4 ആയത്തുകൾക്ക് ശേഷം അല്ലാഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഇതേ മലയുടെ അടുത്ത് വെച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, എന്താണെന്നറിയോ? വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, നിന്റെ വലത് കൈ ഇരിക്കുന്നത് എന്താ? ഇത്രേ അല്ലാഹു ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും അല്ലാഹു ചോദിച്ചില്ല. നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് ഒരു ചോദ്യം അല്ലാഹു കൊണ്ട് ചോദിച്ചു. ആ സമയത്ത് കയ്യിലിരിക്കുന്നത് ഇതെന്റെ വടിയാണ്, ഇതെന്റെ വടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒറ്റ വാക്കിൽ ഉത്തരം എന്നാണ് ചോദിച്ചത്. എന്റെ കയ്യിരിക്കുന്നത് എന്താ? ഇതെന്റെ വടിയാണ് പടച്ചോനെ. എന്നിട്ട് മൂസാ നബി കൊണ്ട് വാചാലമാകാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ഇതിലാണ് ഞാൻ ചാരി നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് എന്റെ ആടുകൾക്ക് ഞാൻ തീറ്റ പറിക്കുന്നത്, ഇല പറിക്കുന്നത്. വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഇലകൾ പറിക്കുന്നത് എന്റെ ആട്ടിൻപറ്റങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അത് പറിക്കാൻ ഞാൻ ഈ വടി ഉപയോഗിക്കും. പിന്നീട് നിൽക്കണമെന്ന് തോന്നുമ്പോ ഞാനിത് ഊന്നിയിട്ട് ചാരിക്കും. പടച്ചവനെ, വലിയ ഇതല്ലാത്ത പലതും കൊണ്ട് എനിക്ക് ഉപയോഗമുണ്ട്. ഇത് മാത്രമല്ല, ഇനിയുണ്ട് പറയാൻ. അതിനങ്ങനെ പറഞ്ഞേ അള്ളാഹു പറയുന്ന കേട്ടെ എന്നെങ്ങാനും പറഞ്ഞാൽ ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതെന്റെ വടിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹുവിനോട് കിട്ടിയ അവസരം, മുഫസ്സിരീങ്ങൾ പറയുന്നത്, കിട്ടിയ അവസരം മുതലെടുത്ത് വേറെ ഒരൊറ്റ പ്രവാചകന്മാർക്ക് ഈ ഭാഗ്യം കൊടുത്തില്ല. നേരിട്ടുള്ള സംഭാഷണം. വഹി 3 സൈസാണ്. ഒന്ന്, സ്വപ്നത്തിലൂടെയോ ചിന്തകളിലൂടെയോ ഒരു തോന്നലാക്കി കൊടുക്കാറുണ്ട്. 2, ഒരു ദൂതനെ വിട്ടുകൊണ്ട് വഹി അറിയിക്കാറുണ്ട്. 3, മറയുടെ ഇപ്പുറത്ത് നിന്ന് മറയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളിനോട് സന്ദേശം കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ കാര്യമാണ് മൂസാ നബി പടച്ചതൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് വന്നത്? കലീമുല്ലാഹ്, പടച്ചവരോട് സംസാരിച്ച. എന്റെ അശ്റഫുൽ ഖൽഖിന് വരാത്തത്? എന്താ മറ്റു പ്രവാചകന്മാർക്ക് വരാത്തത്? മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന എല്ലാ വഹിയും ഒരു മറയുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തുള്ള മൂസാ നബിയോട് അള്ളാഹുവിന്റെ സംഭാഷണമാണ്. അതുകൊണ്ടാണ് മൂസാ നബിക്ക് കലീമുല്ലാഹ് എന്ന പേര് കിട്ടിയത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരിക്കൽ അള്ളാഹു തന്നെ പറഞ്ഞു, അൽഫി ബൈനി വബൈനക അൽഫു ഹിജാബ. മൂസ, അന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ എന്റെയും നിന്റെയും ഇടയിൽ 1000 മറകൾ ഉണ്ടായിരുന്നു, 1000 ഹിജാബുകൾ. ഹിജാബുണ്ട് അള്ളാഹുവിന്റെയും മൂസാ നബിയുടെയും ഇടയിൽ അലൈഹിസ്സലാം. അപ്പൊ അള്ളാഹ് ചോദിച്ചു, എന്താ കയ്യിരിക്കുന്നത്? വടിയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. ഇതുകൊണ്ട് ഞാൻ ആടിന് തീറ്റ പറിക്കും, ഞാൻ ചാരി നിൽക്കും, ഇനിയും ഉപകാരങ്ങൾ കൊണ്ടുണ്ട് എന്ന് പറഞ്ഞത് സംസാരപ്രിയം. കാരണം എന്താണ്? അള്ളാഹുവിനോട് കിട്ടിയ അവസരം, അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം. നമ്മൾക്ക് അള്ളാഹു തന്നില്ല അവസരം സംസാരിക്കാൻ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും അതിന് പ്രിയം വെക്കുന്നുണ്ടോ? അള്ളാഹു റസൂൽ പറഞ്ഞത് എന്താണ്? ഇദാ സല്ലൽ അബ്ദു, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഫൈനമാ യുനാസി റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോടുള്ള മുനാജാത്തിലാണ്, അഭിമുഖ സംഭാഷണത്തിലാണ്. നമ്മൾ അതിന്റെ സുഖം കണ്ടെത്തുക, അവസരം കണ്ടെത്തുക. കൈകെട്ടി വൃത്തിയോടെ ശുദ്ധിയോടെ കൈകെട്ടാൻ നേരത്ത് നമ്മൾ ചിന്തിക്കണം, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പടച്ചവനോടാണ്. ആ ഒരു ഭവ്യതയോടെ കൈകെട്ടിക്കിട്ട് ഡയറക്റ്റ് ആയിട്ട് പടച്ചവനോട് എന്ന് പറഞ്ഞ് നേരിട്ട് അല്ലാഹുമായിട്ടുള്ള സംഭാഷണം
കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെയാണ്. വല്ലാത്ത സുഖമാണ് മീനിന് വെള്ളത്തിൽ കിടക്കുമ്പോ. സത്യവിശ്വാസി അല്ലാത്ത ഒരു അവിശ്വാസത്തിൽ കുറവ് ബാധിച്ചവൻ പള്ളിയിൽ വന്നാൽ കരയിൽ പിടിച്ചിട്ട മീൻ പോലെയാണ്, അല്ലെങ്കിൽ കൂട്ടിലടച്ച കിളി പോലെയാണ്. എന്താ കാര്യം? വെപ്രാളം, പെട്ടെന്ന് പോണം. എന്തുകൊണ്ടാ? സംസാരിക്കാൻ പ്രേമവചനത്തിലൂടെ നമുക്ക് വാക്കുകളില്ല. കാരണം എന്താണ്? നമുക്ക് സ്നേഹം ആത്മാർത്ഥമല്ല. അങ്ങനെ സംസാരിക്കാനുള്ള പ്രിയം അത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന് മൂന്നാമതൊരു കാര്യം ഉണ്ടായി. എന്താണെന്നറിയോ? ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമായി കിളിമമാക്കി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ ആമുഖം പറഞ്ഞത് 136 വട്ടം ഖുർആനിൽ മൂസാ നബിയെ പറ്റി പറഞ്ഞു, 71 വട്ടം ഫിർഔനിന്റെ പേര് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ചരിത്രം നമുക്ക് മൂസാ നബിയിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി പലതും ഒഴിവാക്കും, സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും. ഇനി മൂന്നാമത്തത് മോഹം. മൂന്നാമത് കൊണ്ടിടുന്നത് ഒന്ന് കണ്ടെങ്കിൽ കൊള്ളാം, അയാളൊന്ന് കണ്ടെങ്കിൽ കൊള്ളാം. നമ്മൾ എത്ര അയാൾക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കി, അയാൾക്ക് വേണ്ടി സർവ്വത ഞാൻ ഒഴിവാക്കി, അയാൾക്ക് വേണ്ടി പലതും ഒഴിവാക്കി. മാത്രമല്ല അയാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ പറയുന്നതൊക്കെയും എന്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധയോടെ കേട്ട് ഒരുപാട് സംസാരിച്ചു. ഇനി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം ഒന്ന് കാണലാണ്. അതാണ് മൂസാ നബിയുടെ ചരിത്രത്തിൽ മൂന്നാമതായി പഠിക്കാനുള്ള മൂന്നാം സ്റ്റെപ്പ്. അതാണ് അത്. ആകെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. അതേ മലയിൽ മൂസാ നബിയെ വിളിക്കാൻ വരൂ. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ, മീഖാത്തിൽ മൂസാ നബി എത്തിച്ചേർന്നു. വകല്ലമഹു റബ്ബുഹു, അല്ലാഹു അദ്ദേഹത്തോട് സംസാരിച്ചു. മൂസാ നബിയോട് പടച്ചവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെയും ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു, മറകൾക്ക് ഇപ്പുറത്ത് നിന്ന് ഞാൻ ഒത്തിരി സംസാരിച്ചു. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ജീവിതത്തിൽ ഒഴിവാക്കാനുള്ളതൊക്കെയും ഒഴിവാക്കി. ഇനി എനിക്ക് എന്റെ പടച്ചവനെ ഒന്ന് കാണാൻ കണ്ടെങ്കിൽ കൊള്ളാം, ഒന്ന് കാണണമല്ലാത്ത മോഹമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അല്ലാഹുവോട് പറഞ്ഞു, ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക്, പടച്ചവനെ ഞാനൊന്ന് നിന്നെ കണ്ടോട്ടെ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. സ്നേഹത്തിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്, പ്രണയത്തിന്റെ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഒന്ന്, കൊതിതീരാതെ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മുഴുവൻ കളഞ്ഞു. രണ്ട്, കൊതിതീരാതെ സംസാരിച്ചു. മൂന്നാമത്തേത് ആ മനുഷ്യനെ ഒന്ന് കാണണമെന്നുള്ളതാണ്. അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ സമയത്ത് കാലം തറാനി, അല്ലാഹു പറഞ്ഞു, മൂസാ നിനക്ക് കാണാൻ പറ്റൂല. പക്ഷെ പ്രേമവാദനത്തിന് പിടക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, കാലം തറാനി, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. സൂറത്തുൽ അഅറാഫ് 143 വലിയ ആയത്താണ്. അല്ലാഹു മഹാനായ മൂസാ നബിയോട് പറയുന്നു, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല മൂസാ നബിയെ. ഇനി അതല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കണം. ഞാൻ അവിടെ വരാം. ആ സ്ഥലത്ത് ഞാൻ വരുമ്പോ ആ പർവ്വതം അങ്ങനെ തന്നെ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അർത്ഥം ശ്രദ്ധിക്കണം. ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ വരാം. ആ ജബൽ അങ്ങനെ തന്നെ ഉണ്ടാകുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാം, അല്ലാതെ പറ്റൂല. മൂസാ നബി ആഗ്രഹത്തോടെ, ജാഗ്രതയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ജിജ്ഞാസയോടെ, കൊതിയോടെ ഈ അല്ലാഹുവിന്റെ തജല്ലി, ആ പ്രകാശം കാണാൻ വേണ്ടി പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ തജല്ലി വെളിവാകുകയാണ്, അല്ലാഹുവിന്റെ പ്രകാശം വെളിവാകുകയാണ്. അല്ലാഹുവിനെ അല്ല കണ്ടത്, അല്ലാഹുവിന്റെ പ്രകാശം. അല്ലാഹുവിനോട് സമാവാത്തി വല്ലവരെ മർത്തലിനോടി കമിഷ്കാറ്റും ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫി സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യിൻ യുദറു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗുർബിയ്യത്തിൻ യകാദു സൈതുഹാ യുളി വലൗ ലം തംസസുഹു നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ. നല്ല ടോർച്ച് ഉണ്ടെങ്കിൽ ഏത് രാത്രി നമുക്ക് നടന്നു പോകാം. കാരണം ഈ പ്രകാശം നിലത്തടിച്ചിട്ട് നിലത്തുന്നതൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഈ ടോർച്ചിലേക്ക് അതേ വലിപ്പത്തിലും
ഇത്രയും വലിയ പ്രകാശമുള്ള ടോർച്ച് തിരിച്ചടിച്ചാൽ ഈ പ്രകാശം തമ്മിൽ കാണാൻ പറ്റുമോ? ഇല്ല. പ്രകാശത്തിന്റെ മേൽ പ്രകാശം, നൂർ അല നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. ആർക്കാണ് ഈ ട്യൂബിലേക്ക് ഇപ്പൊ ട്യൂബിന്റെ പ്രകാശം കാണാം? കാരണം അത് നൂറാണ്. ലൈറ്റ് അടിച്ചിട്ട് ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ ഈ പ്രകാശം കാണുമെന്ന് ചിന്തിച്ചാൽ നടക്കുമോ? നടക്കൂല. കാരണം നൂർ അല നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. അതാണ് പടച്ചവൻ. കാണാൻ പറ്റൂല. പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ വെളിപാടുണ്ടായി. ആ പ്രകാശം കൊണ്ട് കണ്ടപ്പോ ആ പർവ്വതം പൊടിഞ്ഞു പൊടിഞ്ഞെന്ന് വീണു. ബോധം കെട്ട് നിലമ്പൊന്തി. ഏറ്റവും ശക്തനായ പ്രവാചകൻ ബോധം കെട്ടെന്ന് വീണു. ബോധം വീണപ്പോ അല്ലാഹുവേ, എന്നോട് ഞാൻ പുറപ്പെല്ലാം ചോദിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. പാടില്ലാത്തൊരു കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു. നിന്നെ കാണുന്നത് അസാധ്യം. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പും വില്ലിന്റെ അടുപ്പം അടുത്തു എന്ന് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇടയിൽ വലിയ അടുപ്പം ശ്രദ്ധിച്ച മിഅ്റാജിന്റെ യാത്ര സംഭവിച്ചത്. ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ ചാച്ചുര്യത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, ഒരു മനുഷ്യൻ സ്നേഹിക്കപ്പെടുന്നവന് വേണ്ടി പലതും ഒഴിവാക്കുന്നു. ഒപ്പം അവരോട് സംസാരിക്കാൻ അതീവ താല്പര്യം കാണിക്കുന്നു. അവസാനം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രകാശവും ഈ പ്രേമവും ഈ പ്രണയവും പടച്ചവനോടായപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ 136 പ്രാവശ്യം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് മാതൃകയുണ്ട്. ആത്മാർത്ഥമായ സ്നേഹം അവിടെയും നമ്മൾ തിരിച്ചറിയുന്ന ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാൻ. 7 വർഷത്തോളം മഴയില്ലാതായി കരീമുല്ലാഹി മൂസാ അലൈഹി സ്വലാമിന്റെ കാലം. ഈ സംഭവങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഗസാലി ഇമാമിന്റെ ഇഹ്യായിലുള്ള കാര്യമാണ്. 7 വർഷം മഴയില്ലാതെയായി, ക്ഷാമമായി, കഷ്ടപ്പാടായി, വെപ്രാളമായി. ആ സമയത്ത് മൂസാ നബി തീരുമാനിച്ചു, ഇനി ഇസ്രായേലികളെ കൊണ്ട് നമുക്കൊന്ന് ദുആരക്കാം. അങ്ങനെ ഒരു വലിയ മൈതാനിയിൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി 70,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലികൾ, 70,000-ഓളം വരുന്ന 1,00,000-ഓളം വരുന്ന ബനൂ ഇസ്രായേലികളെ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മൂസാ നബി അലൈഹിസ്സലാമും ജനങ്ങളും കൂടി. ആ സമയത്ത് മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? ഒരു തുള്ളി വെള്ളം വീഴുന്നില്ല. 7 വർഷത്തെ ക്ഷാമത്തിനൊടുവിൽ 70,000 ബനൂ ഇസ്രായേലികളെ കൊണ്ട് ഒരു വലിയ മൈതാനിയിൽ പ്രാർത്ഥന നിർഭരമാകുന്ന അന്തരീക്ഷത്തിൽ ഒരു തുള്ളി വെള്ളം മേഘക്കീറിൽ നിന്ന് താഴേക്ക് വരാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുത്തു. കൈഫ അസ്തജീബു ലഹും, മൂസാ, ഞാൻ എങ്ങനെ അവർക്ക് ഉത്തരം കൊടുക്കും? അല്ലാഹു ചോദിച്ചതാണ്, ഞാൻ എങ്ങനെ അവർക്ക് വെള്ളം കൊടുക്കും? അവർ മുഴുവനും പാപത്തിന്റെ ഇരുളിലായി പോയി. പാപത്തിന്റെ ഇരുളാണ്. അവരുടെ പരസ്യമായ പ്രകടനങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ രഹസ്യ ജീവിതത്തിൽ അവർക്ക് വിശുദ്ധിയില്ല. എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു പ്രതീക്ഷയുമില്ല. എന്റെ ശിക്ഷയിൽ അവർ നിർഭയരാണ്. ഞാൻ വെറും ഒന്നും കഴിവില്ലാത്തവരാണെന്ന ധാരണ അവർക്കുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഒരു വിശ്വാസമില്ലാതെയാണ് ചോദിക്കുന്നത്. ഇവന്റെ കയ്യിൽ ഞാൻ കൊടുക്കണോ? ചോദിക്കുന്നു മൂസാ നബിയോട്. പഠിച്ചതുപോലെ കഥ അറിയണോ? അവസാനം മൂസാ നബിയോട് തന്നെ അല്ലാഹു പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ സമുദായത്തിൽ ഒരാളുണ്ട്, അയാളെ ഇറക്കിക്കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ആരാ? യുഖാലു ലഹു ബർഖ. ബർഖ എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 70,000 പേര്. ആള് കൂടുന്നതിൽ കാര്യമില്ല. ഒരു വലിയ വണ്ടി നിറച്ച് പഞ്ചറായ ടയറുകൾ മുഴുവനും കയറ്റി പോകുന്ന വണ്ടി. ആ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയാൽ ആ പഞ്ചറായി കിടക്കുന്ന വണ്ടിയിൽ മുഴുവനും വഹിച്ചു കൊണ്ടുപോകുന്നത് ഇതേപോലെ പഞ്ചറായ ടയറാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഉപകാരപ്പെടുമോ? ഒരിക്കലും ഉപകാരപ്പെടില്ല. ഒരുപാടുണ്ട് എന്നതല്ല, ഉള്ളത് നന്നായിരിക്കണം എന്നതല്ലേ വേണ്ടത്. 70,000-ഓളം വരുന്ന ആളുകൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ല. അല്ലാഹുവിന്റെ ആ പ്രവാചകൻ മൂസാ നബിക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? ബർഖ എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അയാൾ ദുആ ചെയ്യട്ടെ, അയാളെ വിട്, ഞാൻ ഉത്തരം കൊടുക്കാം. മൂസാ നബി അലൈഹിസ്സലാം 70,000-ഓളം പേരുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, ബർഖിനെ നിങ്ങൾക്കറിയോ?
അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, അറിയില്ല, ഞങ്ങൾക്ക് ബർഖ എന്ന് പറയുന്ന ആളിനെ അറിയില്ല. തങ്ങൾ പറഞ്ഞ സംഭവമാണ്. ആ സമയത്ത് മൂസാ നബി പരാജയപ്പെട്ടു. കാരണം എന്താണ്? ഇനി ആരോടാ ചോദിക്കുക? നാട് നീള ജനങ്ങൾ അന്വേഷണം ആരംഭിച്ചു. വെള്ളം കിട്ടണമെങ്കിൽ ബർഖിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ആ ബർഖ എവിടെയാ? മൂസാ നബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാൻ. ആ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ, കറുത്ത് കരിവാളിച്ചൊരു മനുഷ്യൻ, കഴുത്തിൽ ഇങ്ങനെ ഒരു കയറ് കെട്ടി, ഒരു തുണിയും കെട്ടി നടക്കുക. ഒരു കറുത്ത മനുഷ്യൻ. ചിന്തിക്കണം, ഒരു കറുത്ത മനുഷ്യൻ, അയാളുടെ കഴുത്തിൽ ഒരു തുണി കൊണ്ട് കെട്ടിക്കിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ മുന്നിൽ നമ്രശിരസ്കനായതിന്റെ മണ്ണ് തന്റെ കണ്ണുകളുടെ ഇടയിൽ, തൃക്കണ്ണിന്റെ ഭാഗത്ത്, നെറ്റിത്തടത്തിൽ മണ്ണ് പുരണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രകാശം ആ മനുഷ്യനിൽ കണ്ടു. കറുത്തവനാണ്. നമുക്കറിയാം, കറുപ്പിനോട് സാക്ഷര കേരളത്തിൽ ഉണ്ടാകുന്ന വെറുപ്പ് നമുക്കറിയാം. കറുപ്പ് എന്നതിന്റെ പേരിൽ സാക്ഷര കേരളത്തിൽ ആരുടെയൊക്കെയോ വലിയ ആളാണെന്ന് പറയുന്ന ആളുകൾ പോലും പരസ്യമായിട്ട് കറുപ്പിനെ അവഹേളിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒത്തിരി ആക്ഷേപങ്ങൾക്കിരയായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ. മനസ്സിലാക്കണം, കറുപ്പിനോടുള്ള വെറുപ്പ്. ഇവിടെ കറുത്ത് കരിവാളിച്ച ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകളുടെ ഇടയിലെ തൃക്കണ്ണിന്റെ ഭാഗത്ത് മണ്ണ് പുരണ്ടിരിക്കുന്നു. സുജൂദ് ചെയ്തത് കാരണത്താൽ ഒരു പ്രകാശം അദ്ദേഹത്തിൽ നിന്ന് കണ്ടു. മൂസാ നബിയല്ലേ ആ കണ്ണിന് കാണാൻ പറ്റും. ചെന്നിട്ട് ചോദിച്ചു ആ മനുഷ്യനോട്, മസ്മുക്, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ബർഖ എന്നാണ്. എന്റെ പേര് ബർഖ എന്നാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരുപാട് നോക്കി നടക്കുകയായിരുന്നു നിങ്ങളെ, നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. നിങ്ങളെ എനിക്ക് ദുആ ചെയ്താൽ അല്ലാഹു വെള്ളം തരാമെന്ന് എനിക്ക് വഹി തന്നിട്ടുണ്ട്. ഒന്ന് വരണം, ദുആ വരാമല്ലോ. അദ്ദേഹം വന്നു. അദ്ദേഹം ദുആ ചെയ്ത രീതി എന്താണെന്നറിയോ? അദ്ദേഹം കൈകൾ നീട്ടിയിട്ട് ചോദിക്കുക, മഹാദ, എന്താ റബ്ബേ ഇത്? അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്. മൂസാ നബി ഞെട്ടിപ്പോകുന്നു. മഹാദ, ഇതെന്താ പടച്ചവനെ? ഇതല്ലല്ലോ എന്റെ ശൈലി. അല്ലാഹുവിനോട് ചോദിക്കുന്നു, നീ ഞങ്ങളിലേക്ക് നോക്കുന്ന കണ്ണ് മാറ്റിവെച്ചോ? ഞങ്ങൾ നീ കാണുന്നില്ലേ ഇപ്പോ? അതേ, ഈ കാറ്റും മേഘവും നിന്നെ വഴിപ്പെടാതെയോ? നിന്നെ ഇപ്പൊ കാറ്റും മേഘവും അനുസരിക്കുന്നില്ലേ? നിനക്ക് എന്ത് പറ്റി? നിന്റെ സ്വഭാവം ഇതായിരുന്നില്ലല്ലോ. അതോ നിന്റെ വെള്ളം തീർന്നോ? ചോദിക്കുന്ന ചോദ്യം ഇത്. കൈയുയർത്തിയിട്ട് ചോദിക്ക, നിന്റെ വെള്ളമൊക്കെ തീർന്നോ? അതേ, പാപികളായ ഈ സമൂഹത്തിനോട് നിന്റെ ദേഷ്യം അധികരിച്ചോ? പാപികളായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നീ പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞവനല്ലേ? അതെ, ഞങ്ങൾ നിന്നെ പറ്റി തടഞ്ഞു വെക്കുന്നവരാണെന്ന് മനസ്സിലാക്കണോ? അല്ലെങ്കിൽ നിന്റെ ഇരിക്കുന്ന വെള്ളം പിരിഞ്ഞു പോകുന്നത് നിനക്ക് പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് ചോദിച്ചിട്ട് മൂസാ നബി ഇങ്ങനെ കണ്ണു തള്ളിരിക്കാൻ അവസാനിപ്പിച്ചപ്പോൾ 70,000 ബനൂ ഇസ്രായേലികളെയും മൂസാ നബിയെയും 70,001 പേരുടെ മുമ്പിൽ മഴ ഇടിഞ്ഞങ്ങോട്ട് പെയ്തു. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനപ്പുറത്ത് കയറിയിട്ട് യാത്ര ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ മൂസാ നബി പുറകെ ചെന്നിട്ട് പറഞ്ഞു, സന്തോഷമുണ്ട്, വളരെ പുണ്യം കിട്ടും, നിങ്ങൾ ചെയ്തവരെ ഹൈറായി. 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ മഴ പെയ്തിരിക്കുകയാ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്നാളുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ പണ്ഡിത സംഘടനകളും ഇയാൾ കാഫറാന്ന് എഴുത്തള്ളിയനെ. ഇങ്ങനൊരു സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മുസ്ലിം കേരളവും മുസ്ലിം ഇന്ത്യയും ലോക മുസ്ലിങ്ങളും പറഞ്ഞേനെ ഇവൻ കുഫ്ർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് ബർഖയോട് ചോദിച്ചു, നീ ദുആ ചെയ്തു, മഴ കിട്ടി, സന്തോഷം. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അള്ളാഹുവിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റിപ്പോയി? നിന്റെ സ്വഭാവം ഇതല്ലല്ലോ. നിന്റെ ഉള്ള വെള്ളമൊക്കെ തീർന്നു പോയോ? അതെ, നീ ഞങ്ങളെ നോക്കാതിരിക്കുകയാണോ? ഇനി നിന്റെ ഉള്ള തീർന്നു പോകുന്നത് നിനക്ക് പേടിയാണോ? അതെ, നീ ഞങ്ങളോട് വലിയ ദേഷ്യത്തിലാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ നീ ദേഷ്യം ഉണ്ടാകുന്നവനല്ല എന്ന് ഞങ്ങൾ നീയല്ലേ പഠിപ്പിച്ചത്. പിന്നെ നിനക്ക് എന്തു പറ്റി? കയ്യിലെ വെള്ളമൊക്കെ തീർന്നോ? അതെ, നീ പറഞ്ഞിട്ട് കാറ്റുമേലും അനുസരിക്കുന്നില്ലേ എന്ന് റബ്ബിനോട് ചോദിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്താ മറുപടി കൊടുക്കുക? മറുപടി കൊടുക്കേണ്ട പടച്ചോന. അല്ലാഹു പറഞ്ഞു, മൂസാ നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചിട്ട് പറഞ്ഞു, വിട്ടേക്ക്. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, യുഹിഖുനി ഇന്നഹു യുഹിഖുനി കുല്ല യൗമിൻ
ചിരിപ്പിക്കാറുള്ള മനുഷ്യനാണ്. അല്ലാഹു പറഞ്ഞ ഫൈദ ദുആഹു യുൽഹിഖുനി സലാസ മറ. അല്ലാഹു പറയുന്നു മൂസ, ഈ നിൽക്കുന്ന മനുഷ്യന്റെ ബർഹ് ഇയാൾ ദിവസവും 3 തവണ എന്നോട് ദുആ ചെയ്യും, അപ്പോഴൊക്കെ എന്നെ ചിരിപ്പിക്കുക, ഞാൻ ചിരിച്ചു പോവുകയാണ് ദുആ കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മൂസ നബിയെ തിരുത്തി. തീരുന്നില്ല അവിടെ. ഇത് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളാണ്. അത്രയും ലേറ്റ് ചേർന്നു. നിനക്ക് എന്ത് പറ്റി പഠിച്ചോനെ, നീ എന്താ വെള്ളം തരാത്തെ? ആ നിലയിൽ അവർ സ്നേഹിക്കാൻ തുടങ്ങി അല്ലാഹുവിനെ. നമ്മളാണെങ്കിലോ കാര്യം നിലവിളിച്ചിട്ട് വെള്ളം എന്ന് ചോദിച്ചാൽ ഒരു തുള്ളി വെള്ളം അല്ലാഹു തരുന്നില്ല. വെള്ളം വേണ്ട എന്ന് പറഞ്ഞാൽ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നു നമ്മളെല്ലാവരും. എന്തുകൊണ്ടാ? സ്നേഹം ആത്മാർത്ഥതയല്ല, അല്ലാഹുവോടുള്ള പ്രണയം ആത്മാർത്ഥതയല്ല. ആത്മാർത്ഥ പ്രണയം കാണണോ? മൂസാ നബി അലൈഹിസ്സലാമിനെ 136 പ്രാവശ്യം ഖുർആൻ എടുത്തു പറഞ്ഞു, പഠിക്കും ഖുർആൻ. മൂസാ നബിയെ പറ്റി മനസ്സിലാക്കുക. 71 പ്രാവശ്യം ഫിർഔനെ പറ്റി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പറഞ്ഞ സമുദായം ബനൂ ഇസ്രായേലാണ് ഖുർആനിൽ, ഉമ്മത്ത് മുഹമ്മദ് അല്ല. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇത്രയും സ്നേഹമുള്ള അടിമ ബർഹ്, ഇത്രയും സ്നേഹമുള്ള അടിമ ബർഹ്. ഇഹ്യാ ഉലൂമുദ്ദീൻ ബാലസാരി തങ്ങൾ പറയുന്നു, മഹാനായ റസാലി ഇമാം പറയുന്നു, ഈ മനുഷ്യനെ പറ്റി മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ? നിഅമൽ അബ്ദു, നല്ല മനുഷ്യൻ കേട്ടോ. മൂസാ നബിയോട് അല്ലാഹു പറയാ, ബർഹ് നല്ല മനുഷ്യനാണ്. ഹുവലി, എനിക്കുള്ളവനാണ്, എന്റെവനാണ്, എന്റെ ഹുവലി, അതാണ് വലി. ഹുവലി, അവൻ എനിക്കുള്ളവനാണ്, അതാണ് വലി. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, ബർഹ് എനിക്കുള്ളവനാണ്, പക്ഷേ ഇന്നലഹു ഐബ, അവനൊരു ന്യൂനതയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈ മനുഷ്യന്റെ ന്യൂനതയോ എന്താ? അല്ലാഹുവേ ന്യൂനത? ആ സമയത്ത് അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, ഇയാൾക്ക് രാത്രി ചൂട് വരുന്ന സമയത്ത് ഒരു ഇളങ്കാറ്റ് ഇങ്ങനെ അടിച്ചു വീശും. നസീം, തെന്നൽ. പുലർച്ചയുടെ സമയത്ത് ഒരു ഇളം തെന്നൽ ഇങ്ങനെ അടിച്ചു വീശാറുണ്ട്. ഇദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ ആ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. ഇളം തെന്നലിൽ അഭയം പ്രാപിച്ച് കാറ്റ് കൊള്ളാനുള്ള ഇദ്ദേഹത്തിന്റെ ഇഷ്ടം. എന്നെ പ്രണയിക്കുന്നവര് വേറെ ഒന്നിലും അഭയം പ്രാപിക്കേണ്ട സുഖം കണ്ടെത്തണ്ട, ഞാൻ സുഖം കൊടുക്കാം. ഇത്രയും വലിയ മനുഷ്യൻ ഇളം കാറ്റിന്റെ ഒരു ചെറിയ തെന്നലിൽ ഒരു ആശ്വാസം കണ്ടെത്തിയപ്പോൾ അതുപോലും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹെ മാറ്റി നിർത്തിയിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ആധിപത്യം നൽകിയപ്പോൾ സർവ്വതും നമ്മൾ പടച്ചവന്മാർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോ അള്ളാഹുവിനെ എങ്ങനെ നമ്മുടെ സ്നേഹം ഉണ്ടാവുക? അതുകൊണ്ട് ജീവിതത്തിൽ മൂസാ നബിയിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, ആരിഫീങ്ങളിൽ നിന്ന്, അമ്പിയാക്കളിൽ നിന്ന്, അസ്വഹാബുകളിൽ നിന്ന് ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.